കണ്ണൂരിൽ ചിത്രം മാറി. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വന്നതോടെ കടുത്ത പ്രചാരണ ചൂടിലാണ് കണ്ണൂർ. മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ വൈകി പ്രചരണം ആരംഭിച്ച കെ സുധാകരൻ പ്രവർത്തകരിൽ ആവേശത്തിനിളക്കി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. റോഡ് ഷോയും മണ്ഡല പര്യടനവുമായി സുധാകരൻ കളം നിറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ ആവേശത്തിൻ്റെ ചൂരും ചൂടും ഒട്ടും ചോർന്നു പോകാതെ പ്രവർത്തകരും അതേറ്റെടുത്തതോടെ പോരാട്ടച്ചൂട് അതിൻ്റെ പാരമ്യത്തിലേക്ക് കടന്നു. അറക്കൽ രാജകുടുംബത്തിൻ്റെ 40ാമത് സുൽത്താനായ ആദിരാജ ഹമീദ് ഹുസൈൻ കോയമ്മയെ സന്ദർശിച്ചുകൊണ്ടായിരുന്നു സുധാകരൻ്റെ അഴീക്കോട് മണ്ഡലത്തിലെ പര്യടനം ആരംഭിച്ചത്. തുടർന്ന് പള്ളിക്കുന്ന് ശ്രീപുരം സെൻറ് മേരി ചർച്ച് സന്ദർശിച്ചു. ഞായറാഴ്ച കുർബാന കൂടാനെത്തിയ വിശ്വാസികളെയും ഇടവക വികാരിയെയും നേരിൽ കണ്ട് പിന്തുണ തേടി. അതിനുശേഷം ടി പത്മനാഭനെ സന്ദർശിച്ചു. കൂടിക്കാഴ്ചയിൽ ദേശീയ സംസ്ഥാന സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളും ചർച്ച ചെയ്തു. സുധാകരൻ്റെ റോഡ് ഷോ UDF പ്രവർത്തകരിൽ ആവേശത്തിൻ്റെ തിരയിളക്കം തീർത്തു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടും കൂടിയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നേടുമെന്നാണ് UDF കൺവീനർ പങ്കുവയ്ക്കുന്നത്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായത് കാരണം മറ്റു മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല സുധാകരൻ. KPCC അധ്യക്ഷൻ്റെ ചുമതല MM വാസിന് താൽക്കാലികമായി നൽകിയതോടെ കണ്ണൂരിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാനാകും സുധാകരന്. പ്രചാരണം വൈകി തുടങ്ങിയെങ്കിലും കത്തിക്കയറിയിരിക്കുകയാണ് കെ സുധാകരൻ. സോഷ്യൽ മീഡിയയിൽ സുധാകരനെതിരായുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും പ്രചാരണത്തെ ബാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കണ്ണൂരിൽ മുട്ടൻ വാക്പോരായിരുന്നു സുധാകരനും MV ജയരാജനും തമ്മിൽ. ജയരാജനേക്കാൾ നല്ല സ്ഥാനാർത്ഥിയെ CPMന് കണ്ണൂരിൽ നിർത്താമായിരുന്നുവെന്നും തനിക്ക് പോകുന്ന എതിരാളിയല്ല ജയരാജനുമെന്നായിരുന്നു സുധാകരൻ്റെ കമൻറ്റ്. സുധാകരൻ്റേത് വധഭീഷണിയെന്നും ഗുസ്തി മത്സരത്തിനല്ല പങ്കെടുക്കുന്നതെന്നും അതേ നാണയത്തിൽ ജയരാജൻ തിരിച്ചടിച്ചു. വർഷങ്ങളായി വാക്കുകൾ കൊണ്ടും കൊടുത്തും ഇരിക്കുന്നവർ ലോക്സഭാ സ്ഥാനാർത്ഥികളാകുമ്പോൾ അതിനൊരു കുറവ് കാണില്ലല്ലോ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ MV ജയരാജനെക്കുറിച്ചുള്ള സുധാകരൻ്റെ വിലയിരുത്തൽ ഇങ്ങനെയൊക്കെയാണ്. സുധാകരൻ്റെ പ്രതികരണത്തിന് മറ്റൊരു മുഖം നൽകുന്ന MV ജയരാജൻ ആ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരമുണ്ടെന്നും തുറന്നടിക്കുന്നു.